ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തിങ്ക് സ്മാർട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൈക്രോ എക്കണോമിക്സിലെയും മാക്രോ എക്കണോമിക്സിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം. ആദ്യത്തേത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി. ദെൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്, ഇത് നന്നായിട്ട് പഠിക്കണം. അടുത്തതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ആ ഡയഗ്രാം നന്നായിട്ട് പഠിച്ചു പോവുക. അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന 1, 2, 3, 4ൻ്റെ ഡെഫിനിഷനാണ് ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. അതും നന്നായിട്ട് പഠിച്ചിട്ട് പോവണം. നെക്സ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഫസ്റ്റ് വൺ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, അത് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അത് എപ്പോഴും ഒരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഒപ്റ്റിമൽ ലെവൽ ഓഫ് കൺസ്യൂമർ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്, നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്, ഇത് 2 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്, ഇതും പഠിക്കണം. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അതായത് E greater than 1, E less than 1, E equal to 1, equal to infinity, E equal to 0, അതൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ ആ ഡയഗ്രാം നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. പിന്നെ കോസ്റ്റ്, TFC, TVC, TC, AFC, AVC, SAC, SMC, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അടിയിൽ അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ TVC മാത്രമാണ് തരിക. TFC എപ്പോഴും സെയിം ആയിരിക്കും. അടുത്തതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. ത്രീ കണ്ടീഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് ഡയഗ്രാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. 5 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. TR, AR, MR ടാബിൾ, ഇതും സിമ്പിളാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. അടുത്തത് നോർമൽ പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ് ആൻഡ് ഷട്ട് ഡൗൺ പോയിന്റ്. അടുത്തത് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ്. നെക്സ്റ്റ് ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം.
ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയഗ്രാം 4 പഠിച്ചു വെക്കണം. പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അത് ഡയഗ്രാം ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം. ലാസ്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. ഇത് ചോദിക്കാറുണ്ട്, ഇത് പഠിക്കണം. അടുത്തത് മാക്രോ എക്കണോമിക്സിൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയിലെ കുറച്ച് ടോപ്പിക്കിൻ്റെ ആൻസേഴ്സ് ആയിട്ട് ഇതുപോലെ ഞാൻ വരും. അത് നിങ്ങൾ പഠിക്കണം. പിന്നെ മാക്രോയിലും മൈക്രോയിലും മാത്ത് പ്രോബ്ലംസിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യും. അതും നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.